മീനച്ചൂട് കടുത്തു വരികയാണ്. ഒപ്പം തിരഞ്ഞെടുപ്പ് ചൂടും. മലബാറിൽ LDFന്റെ ഉരുക്കുകോട്ടകളിൽ ഒന്നാണ് പേരാമ്പ്ര. പേരാമ്പ്ര മണ്ഡലത്തിൽ ഇക്കുറിയും LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് TP രാമകൃഷ്ണനാണ്. TP രാമകൃഷ്ണനിലൂടെ ഈ മണ്ഡലം നിലനിർത്താനാണ് LDF ക്യാമ്പിന്റെ തീരുമാനം. എന്നാൽ ഏതു വിധേനയും ഈ മണ്ഡലം തിരിച്ചുപിടിക്കാനാണ് UDF ക്യാമ്പിന്റെയും തീരുമാനം. ആദ്യമായി നിലവിൽ വന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് പേരാമ്പ്ര. മലയോര മേഖലയായ പേരാമ്പ്ര 2 തവണയൊഴികെ നാളിതുവരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയാണ് നെഞ്ചേറ്റിയത്. മണ്ഡലത്തിൽ നിന്ന് ആദ്യമായി നിയമസഭയിലെത്തിയത് CPI സ്ഥാനാർത്ഥിയായിരുന്ന M കുമാരനായിരുന്നു. 1970 കോൺഗ്രസിന്റെ KG അടിയോടിയും 77 കേരള കോൺഗ്രസിന്റെ KC ജോസഫും വിജയിച്ചതൊഴിച്ചാൽ 82 മുതൽ തുടർച്ചയായി LDF വിജയിക്കുന്ന മണ്ഡലമാണ് പേരാമ്പ്ര. ഇടതു വലതു സർക്കാരുകൾ മാറി മാറി വന്നപ്പോഴും പേരാമ്പ്ര ഇടതോരം ചേർന്ന് കിടന്നു. ഇക്കുറി തുടർച്ചയായി 3-ാം തവണയും LDF സ്ഥാനാർത്ഥിയെ TP രാമകൃഷ്ണൻ തന്നെയാണ് മത്സരരംഗത്ത് ഉള്ളത്. TP രാമകൃഷ്ണൻ എന്ന തേരാളിയെ 3-ാം തവണയും രംഗത്തിറക്കുന്നതിലൂടെ വിജയത്തിൽ കുറഞ്ഞതൊന്നും LDF പ്രതീക്ഷിക്കുന്നില്ല. എന്തെങ്കിലും വാഗ്ദാനങ്ങൾ നൽകി പോവുക എന്നുള്ളതല്ല, ചെയ്യുമെന്ന് പറയുന്ന കാര്യങ്ങൾ 100% ചെയ്ത് ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച ഒരു ഗവൺമെന്റാണിത്. കോർപ്പറേഷൻ കൗൺസിലർ ആയിരിക്കെയാണ് അഡ്വക്കേറ്റ് ഫാത്തിമ തഹ്ലിയയ്ക്ക് പേരാമ്പ്ര നിയോജക മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള ടിക്കറ്റ് ലഭിച്ചത്. ഫാത്തിമ തഹ്ലിയയിലൂടെ ഇടതുകോട്ടയിൽ വിള്ളൽ വീഴ്ത്താമെന്നാണ് UDFന്റെ പ്രതീക്ഷ. ഇടതുകോട്ടയല്ല ഇത്. കഴിഞ്ഞ തവണത്തെ പാർലമെന്റ് ഇലക്ഷനും ഇവിടുത്തെ പഞ്ചായത്ത് ഇലക്ഷനും ഒക്കെ എടുത്ത് നോക്കിയാൽ മതി. ഇത് ഞങ്ങളെ പഞ്ചായത്ത് പ്രസിഡന്റാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇത് ഞങ്ങളുടെ മണ്ണാണ്, ഞങ്ങളിത് തിരിച്ചു പിടിക്കും. M മോഹനനാണ് പേരാമ്പ്രയിലെ NDA സ്ഥാനാർത്ഥി. പൊതുപ്രവർത്തന പരിചയത്തിന്റെ ആത്മവിശ്വാസവുമായാണ് മോഹനൻ മത്സരത്തിനിറങ്ങുന്നത്. സ്കൂൾ അധ്യാപകനായിരിക്കെ ജോലി രാജിവെച്ചാണ് മുഴുവൻ സമയ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത്. ഇതുപോലത്തെ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ച് മണ്ഡലത്തിലെ വികസനം മുദ്രാവാക്യം ഉയർത്തിയാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുമായി സംവദിക്കുന്നത്. 10 പഞ്ചായത്തുകളാണ് മണ്ഡലത്തിലുള്ളത്. നൊച്ചാട്, പേരാമ്പ്ര, കൂത്താളി, ചക്കിട്ടപ്പറ, ചങ്ങരോത്ത്, ചെറുവണ്ണൂർ, മേപ്പയൂർ, അരിക്കുളം, തുറയൂർ, കീഴരിയൂർ എന്നിവയാണവ. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ 10-ൽ 6 പഞ്ചായത്തുകളും UDFന് ലഭിച്ചു. ചെങ്കോട്ടകളിലടക്കം LDFന് കാലിടറി. പേരാമ്പ്ര, കൂത്താളി, ചക്കിട്ടപ്പറ, ചങ്ങരോത്ത് പഞ്ചായത്തുകൾക്ക് പുറമെ പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്തും LDFന് നഷ്ടമായി. ലോക്സഭാ തിരഞ്ഞെടുപ്പിലാവട്ടെ ഷാഫി പറമ്പിലിന് 1 ലക്ഷത്തിലധികം വോട്ടുകളുടെ മൃഗീയ ഭൂരിപക്ഷമാണ് ലഭിച്ചത്. മലയോര മേഖലയിൽ വർദ്ധിച്ചുവരുന്ന വന്യജീവി ആക്രമണത്തിനെതിരെയുള്ള നടപടിയും പൂഴിത്തോട് പടിഞ്ഞാറത്തറ ബദൽ റോഡുമാണ് UDFന്റെ പ്രധാന തിരഞ്ഞെടുപ്പ് വാഗ്ദാനം. തദ്ദേശ സ്വയംഭരണ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിലുണ്ടായ മുന്നേറ്റവും അഡ്വക്കേറ്റ് ഫാത്തിമ തഹ്ലിയയുടെ യുവത്വവും വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് UDF ക്യാമ്പ്. അതേസമയം തദ്ദേശ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിലുണ്ടായ തിരിച്ചടികൾ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബാധിക്കില്ലെന്നാണ് LDFന്റെ കണക്കുകൂട്ടൽ. അമൃത ന്യൂസ്, കോഴിക്കോട്.